ഹലോ ഒരുവൺ. നിങ്ങൾക്കൊന്ന് കാണാൻ ഞാൻ ഒരു കീബോർഡൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2-3 കീബോർഡായി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഇറ്റ്സ് നോട്ട് എ റിവ്യൂ. ഞാനിത് ഉപയോഗിച്ച് എനിക്ക് ഉണ്ടായ കാര്യങ്ങളും അതിൽ എന്റെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു കീബോർഡ് എന്ന് പറഞ്ഞ ഡെല്ലിന്റെ WK118 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലാണ്. സോ ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 വർഷം മുന്നേക്കെയാണ് ഞാൻ ഇത് വാങ്ങുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഞാനിപ്പോഴും വയർലെസ് കീബോർഡാണ് ഞാനത് ചൂസ് ചെയ്യാറ്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു സാധനം USB നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാം. ഇതിൽ ബാറ്ററി ഇടണം, ഇതിലൊരു ബാറ്ററി ഉണ്ടാവും, ഇതില് 2 ബാറ്ററി ഇടണം. സോ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ കീബോർഡും മൗസും യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഈ വയർലെസ് കീബോർഡ്സ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലി ഈ ഒരു സാധനം മാത്രം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പ്ലഗ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ വയർഡ് രണ്ട് മേടിക്കുകയാണെങ്കിൽ ഇതിനൊരു വയർ ഉണ്ടാവും, ഇതിന് വേറെ വയർ ഉണ്ടാവും. സോ നമുക്ക് വയർ ഒഴിവാക്കാം, പിന്നെ കമ്പ്യൂട്ടറിന്റെ ആകെ ഒരു സ്ലോട്ട് മാത്രമേ പോവുള്ളൂ ഇതിന് രണ്ടിനും കൂടിയിട്ട്. സോ അതാണ് ഈ വയർലെസ് കീബോർഡ്സിന്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ നമുക്കിത് പോർട്ടബിൾ ആണ്, നമുക്കിത് കൊണ്ടു നടക്കാം. അപ്പൊ ഞാനിത് മേടിച്ച സമയത്ത് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കീബോർഡാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, നല്ല സൂപ്പർ. അതായത് ഞാൻ ഉപയോഗിച്ചതിൽ തന്നെ ഏറ്റവും നല്ല ബിൽഡ് ക്വാളിറ്റി ഈ ഒരു കീബോർഡ് മൗസിനാണുള്ളത്. 1800 സംതിങ് ആയെന്ന് തോന്നുന്നു ഞാനത് വാങ്ങുന്ന സമയത്ത്. സോ നല്ലൊരു കീബോർഡ് ആയിരുന്നു. പക്ഷെ ഒരു 2 വർഷം ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ എന്താ ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൗസിന്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നൊരു ഇഷ്യൂ വന്നു. അതായത് നമ്മൾ ഇടുന്നു, ഒരു മാസം എത്തുന്നതിന് മുന്നേ തന്നെ ബാറ്ററി കഴിയുന്നു. അങ്ങനെ പെട്ടെന്ന് മൗസിന്റെ ബാറ്ററി കഴിയുന്ന ഇഷ്യൂ വന്നു. അപ്പൊ ഞാൻ ചില സമയത്ത് ഇതിന്റെ ഓൺ ഓഫ് സ്വിച്ച് ഒന്ന് ഓഫ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ കുറച്ചു നേരമൊക്കെ വർക്കാവും, പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ ഇഷ്യൂ വരും. അപ്പൊ അങ്ങനെ ഒരു മാസത്തിലുള്ള ഒരു ബാറ്ററി എന്ന രീതിക്ക് ഇങ്ങനെ മാറേണ്ട ഇഷ്യൂ വന്നു. അപ്പൊ അതൊരു ഇഷ്യൂ ആയിരുന്നു. പക്ഷെ സ്റ്റിൽ യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ സമയത്ത് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീബോർഡിന്റെ ഈ കീസ് ഒക്കെ ടൈറ്റ് ആയി. ഇപ്പൊ തന്നെ നമുക്ക് കാണുന്നത് അത്യാവശ്യം ടൈറ്റ് ആണ് നിൽക്കുന്ന സമയത്ത്. അപ്പൊ ഇതിങ്ങനെ ടൈറ്റ് ആയി തുടങ്ങി. അപ്പോ ആദ്യമൊന്നും വലിയ ഇഷ്യൂ ആയിരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ സമയത്ത് നമ്മൾ സ്പീഡിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിക്കുന്ന പല അക്ഷരങ്ങളും കറക്റ്റ് ആയിട്ട് പ്രസ് ആവില്ല. അപ്പൊ എന്തുണ്ടാവും, നമ്മൾ അടിച്ചതിൽ പകുതിയേ വരുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് വന്നു തുടങ്ങി. അപ്പോഴാണ് ഞാനൊരു പുതിയ കീബോർഡിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഞാനൊരു എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ ഒരു ഫാൻസി കീബോർഡ് കണ്ടു. സാധാരണ ഞാൻ അങ്ങനെ ഫാൻസി സാധനങ്ങൾ മേടിക്കാറില്ല. പക്ഷെ ഇതൊരു ഫാൻസി കോൺസെപ്റ്റ് ആയപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാം, എന്തായാലും ടെക് ഗാഡ്ജറ്റ് അല്ലെന്ന് വിചാരിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനൊരു കീബോർഡ് വാങ്ങി. അത് കാണിച്ചു തരാം, ഇതോട്ട് ഇരിക്കട്ടെ. ഇതാണ് ആ കീബോർഡ്. ഇതിന്റെ കമ്പനിയുടെ പേര് ഹീറ്റ്സി. മോഡൽ ZK05 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇതിന് നമ്മൾ സാധാരണ പോലെ വയർലെസ് കീബോർഡ് പോലെ ഇത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓൺ ആക്കി കാണിച്ചു തരാം. ഇതിൽ സ്റ്റിൽ ബാറ്ററി ഉണ്ട്, എന്തിനാണാവോ. അപ്പോ ഇതാണ് ആ കീബോർഡ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി അത്യാവശ്യം ടൈപ്പ് ചെയ്യാനൊക്കെ നല്ല സുഖമുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ടച്ച് പാഡ് ഉണ്ട്. സോ നമുക്ക് മറ്റേതിലാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു മൗസ് ക്യാരി ചെയ്യണം. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിന് കുറച്ച് ദൂരെ ഇരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് ദൂരേക്ക് ഇരുന്ന് മാറി കാരണം ടൈപ്പ് ചെയ്യാം, ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഒരു ബെനിഫിറ്റ് കണ്ട് മേടിച്ചതാണ്. പിന്നെ ഈ ബ്രാൻഡ് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ചുമ്മാ, എനിക്കറിയാം ഇത് പാളെന്ന് അറിയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഇത് വാങ്ങി. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യം, കാരണം ഇത് നമ്മുടെ മൗസ് അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ലാപ്ടോപ്പിന്റെ ടച്ച് പാഡ് പോലെ അത്ര പ്രിസിഷൻ ഇതിനില്ലായിരുന്നു. പിന്നെ നമ്മളത് ഉപയോഗിച്ച് ഏകദേശം ശരിയായി വന്ന സമയത്താണ് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തത്. ഇതെന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൗസ് പോയിന്റർ ഓപ്പോസിറ്റ് സൈഡിൽ പോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് വന്നു. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലിക്ക് ആവും. അപ്പൊ നമ്മളൊരു വേർഡ് ക്ലിക്ക് ചെയ്യുന്നതിന്റെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ നടുക്ക് ഈ പോയിന്റർ പോയിട്ട് ഓട്ടോമാറ്റിക് ക്ലിക്ക് ആവും. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു വേർഡ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പകുതി അക്ഷരം നമ്മൾ ടൈപ്പ് ചെയ്ത വേർഡിന്റെ ഉള്ളിൽ കയറും. അപ്പൊ അങ്ങനെ മൊത്തത്തില് ടൈപ്പിംഗ് ഭയങ്കര ദുരന്തമായിട്ട് വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു, പുതിയൊരു കീബോർഡ് വാങ്ങണം എന്ന് വിചാരിച്ച്
അപ്പൊ ഇത് ഏകദേശം ഒരു 2 മാസം ഉപയോഗിച്ചു. പിന്നെ എന്തായാലും ഒരു പുതിയ കീബോർഡ് എന്നുള്ള ഇത് ഏകദേശം ഒരു 1000 രൂപയൊക്കെ ഞാനതിൽ കളഞ്ഞിട്ടുണ്ട്. ഒരു ടെസ്റ്റ്, ഒരു പരീക്ഷണം എന്നുള്ള രീതിക്കാണ്, കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ ലോജിടെക്കിന്റെ ഒരു കീബോർഡ് ഓർഡർ ചെയ്തത്. അപ്പൊ അത് ഏകദേശം ഇപ്പൊ ഒരു 2 വീക്സ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. ആ കീബോർഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ കീബോർഡ്. ഈ കളറൊക്കെ കണ്ടു. അപ്പൊ എനിക്ക് അത്യാവശ്യം ഇത് കളർ അത്ര വലിയ താല്പര്യം ഇല്ല. നല്ല കളറാണ്, പക്ഷെ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഈ ആകെ 2 കളറേ ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ കളർ ചൂസ് ചെയ്തത്. കുറച്ച് ഇങ്ങനെയൊക്കെ ഒരു കളറാണ്. അപ്പൊ സെയിം ഇതിന് ഇതേപോലെ നമുക്ക് USB കണക്ട് ചെയ്യണം. ദെൻ വി ഹാവ് ദ മൗസ് ആൻഡ് കീബോർഡ്. അപ്പൊ കീബോർഡ് സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചേക്കാളും ഒരു കുറഞ്ഞ സൈസാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് ഇത്ര സൈസേ ഉള്ളൂ ഈ കീബോർഡ്. സോ ഏകദേശം നമ്മളൊരു മാക് ബുക്കിന്റെ ഒക്കെ അത്ര കീബോർഡിന്റെ പോലത്തെ ഒരു കീബോർഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ വലിയ കീബോർഡ്സ് യൂസ് ചെയ്ത് ഇതിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മുടെ ഫിംഗേഴ്സ് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവുമല്ലോ, എവിടെയാണ് ഏത് അക്ഷരം എവിടെയാണെന്നുള്ള ഒരു മെമ്മറി ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അപ്പൊ അതനുസരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് വരില്ല, പലതും തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കീബോർഡാണിത്. അപ്പൊ കീബോർഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കീബോർഡാണ്. പിന്നെ മൗസും നല്ല മൗസാണ്. പിന്നെ ഇതിന്റെ ഒരു അത്യാവശ്യം നല്ല സ്മൂത്ത് ആണ് ഇത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിൽ അത്യാവശ്യം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ ബാക്കിയുള്ള മൗസിന്റെ ഒക്കെ ഇവിടെ ഒരു റെഡ് ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇതിൽ അങ്ങനെ ഒരു ലൈറ്റ് ഇല്ല. അപ്പൊ ഇത് എന്തോ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ലേസർ ആണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. മേ ബി നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള, ഇൻവിസിബിൾ ആയിരിക്കില്ല, വിസിബിൾ ആയിരിക്കാം, പക്ഷെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാധനമായിരിക്കും ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, കുഴപ്പമില്ലാത്തൊരു സംഭവമാണെന്ന് ഞാൻ ഉപയോഗിച്ചിട്ട് ഇതുവരെ. ഈ ലോജിടെക്കിന്റെ ഈ മൗസും കീബോർഡ് കോമ്പോ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ്. ഇതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ വേണ്ടവർ ഇത് ഓർഡർ ചെയ്യാം, ഡയറക്റ്റ് ഓർഡർ ചെയ്യാം. അപ്പോൾ അത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. സീ യു ഗൈസ്.